എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മട്ടൻ കറിയാണ്. ഈ മട്ടൻ കറി പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അതേപോലെ പുലാവിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന ഒരു മട്ടൻ കറിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മട്ടൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് ഒരു കഷ്ണം പട്ടയുടെ കഷ്ണമാണ്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഗ്രാമ്പു 10 അല്ലെങ്കിൽ 12 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, ഇത്ര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് ശേഷം അതിലേക്ക് സവാള 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. രണ്ട് പട്ടയുടെ ഇലയും കൂടി ഇട്ട് ചേർത്തു. അതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഒരു ഇത് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂപ്പിച്ച് നല്ല അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മൂപ്പിക്കുക നല്ലതുപോലെ. അതിനുശേഷം അതിലേക്ക് ഞാൻ വലിയൊരു ടൊമാറ്റോ, നല്ലതുപോലെ പഴുത്ത ടൊമാറ്റോ ആണ്, വലുതില്ലെങ്കിൽ 2 ചെറിയ ടൊമാറ്റോ നല്ലതുപോലെ പഴുത്തത് ചേർക്കണം. അത് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തു. പിന്നീട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് അതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ ടൊമാറ്റോ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് വീണ്ടും ഇളക്കിയിടണം. അപ്പോൾ എണ്ണയൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ അടച്ച് വെച്ച് ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ആ ടൊമാറ്റോ മസാല എല്ലാം വഴന്ന് കിട്ടും. അങ്ങനെ 2-3 പ്രാവശ്യം അടപ്പ് തുറന്ന് മാറ്റി എടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മട്ടൻ ചേർക്കുകയാണ്. 1 കിലോ മട്ടനാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2-3 മട്ടൻ കറിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടിയിൽ വയ്ക്കുന്നൊരു മട്ടൻ കറിയുണ്ട്, അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ആ മട്ടൻ കറിക്ക്. പിന്നെ നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന നാടൻ ഒരു മട്ടൻ കറി, പിന്നെ വേറൊരു മസാല മട്ടൻ കറി. എൻ്റെ പ്ലേ ലിസ്റ്റുകൾ എല്ലാവരും പോയി കാണണം. ഞാൻ മട്ടന് ആവശ്യമുള്ള ഉപ്പ് ആദ്യം മസാലയ്ക്ക് ചേർത്തു. ഇനി മട്ടന് അങ്ങോട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് 1 കൈ നിറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില 1 കൈ നിറച്ച് ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മട്ടൻ കറിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന സെയിം ടേസ്റ്റിലുള്ള ഒരു മട്ടൻ കറിയാണിത്. ഇനി മട്ടൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം. എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, ആ മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മട്ടനിലെ ആ വെള്ളം. നമുക്ക് വേവിക്കാം. 4 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞ് തുറന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട് അതിനകത്ത് വറ്റാനായിട്ട്. അപ്പോൾ ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇനിയിപ്പം മട്ടൻ 4 വിസിൽ കഴിഞ്ഞിട്ട് മട്ടൻ വെന്തില്ലെങ്കിൽ 1 വിസിലും കൂടി അടച്ചു വെച്ച് 1 വിസിലും കൂടി കൊടുക്കണം. നല്ലതുപോലെ തീ കുറച്ച് വെച്ച് ആ മസാലയും ഗ്രേവി എല്ലാം മട്ടനിൽ പിടിക്കുന്ന രീതിയിൽ നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ വേവിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.